നീ പോടാ കഴുത, മരമണ്ട എന്നൊക്കെ മറ്റുള്ളവർ വിളിക്കുന്നതിന് മുമ്പ് ശരിക്കും കഴുതയുടെ സ്വഭാവം എന്താണെന്ന് അറിയണ്ടേ? വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം സ്ട്രോങ് സെൻസ് ഓഫ് ലോയൽറ്റി, ഇന്റലിജൻസ്, കോഷ്യസ് എന്നിങ്ങനെയൊക്കെ. അതായത് ഉടമസ്ഥനോട് അഗാധമായ വിശ്വസ്തത, ഏത് പ്രതികൂല ബാധയിലും വീണു പോകാതിരിക്കാനുള്ള ഉറച്ച കാലടികൾ, തന്റെ ശരീരഭാരത്തെക്കാൾ ഭാരം വഹിക്കാനുള്ള കഴിവ്, സ്വയം സംരക്ഷിക്കാനും അപകടങ്ങളെ മുൻകൂട്ടി അറിയിക്കുവാനുള്ള സഹജവാസന, ജാഗ്രതയുള്ള സ്വഭാവം. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പഠന മേഖലയിൽ, ജോലി മേഖലയിൽ കഴിവ് കുറഞ്ഞവരെ കഴുത എന്ന് വിളിക്കുന്ന നമ്മളാണ് ശരിക്കും കഴുതകൾ. ഇങ്ങനെയുള്ള എളിമയുടെ വാഹനമായ കഴുതയുടെ പുറത്ത് കയറി ചെങ്കുത്തായ ഒലിവുമലയിൽ നിന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് ഓശാന വിളികളുടെ അകമ്പടിയോടെ രാജാതിരാജനായ യേശു നടത്തിയ രാജകീയ പ്രവേശനത്തിന്റെ ഓർമ്മയാണ് ഓശാന. കഴുത എന്നാൽ എളിമയുടെയും സമാധാനത്തിന്റെയും, കുതിര എന്നാൽ അഹങ്കാരത്തിന്റെയും യുദ്ധത്തിന്റെയും വാഹനമാണെന്നാണ് പറയുക. വചനം പറയുകയാണ്, ദൈവം അഹങ്കാരികളെ മറിച്ചിടുകയും എളിമയുള്ളവരെ ഉയർത്തുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ അഹങ്കാരവും ചെറിയ ചെറിയ യുദ്ധങ്ങളും ഒഴിവാക്കി ലോകത്തിന്റെ വിജ്ഞാനികളെയും ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ ഭോഷന്മാരെ തെരഞ്ഞെടുത്ത യേശുവിന് വഹിക്കാൻ പറ്റിയ നല്ലൊരു കഴുതയായി മാറാം. ഓശാനയുടെ എല്ലാവിധ ആശംസകളും. ജീവിതം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കട്ടെ.